ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വൈറൽ താരം തന്നെ പറയാം. ഒരു 5-6 മാസം മുമ്പൊക്കെ ഭയങ്കര വൈറലായിട്ടുള്ള മിൽക്ക് കേക്കിൻ്റെയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തോന്നും. അതെല്ലാം ഉണ്ടാക്കി കഴിച്ചവരാണെങ്കിൽ ഇത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റുള്ളൊരു മിൽക്ക് കേക്കാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പൊടികളൊക്കെ അരിച്ച് വെക്കാം. അപ്പോൾ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 125 ml കപ്പിലാണ് 1 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് മൈദ, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും അത്ര തന്നെ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിച്ച് മിക്സാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ 2 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വൈറ്റും യെല്ലോയും രണ്ടും സെപ്പറേറ്റ് ചെയ്യുക. ഇനി നമുക്ക് യെല്ലോയിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് മാറ്റി വെക്കാം. ആ യെല്ലോയിലേക്ക് നമുക്ക് 1/4 കപ്പ് പാലും 1/4 കപ്പ് തന്നെ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചൊന്ന് മിക്സാക്കി മാറ്റി വെക്കാം. ഇനി എഗ് വൈറ്റിൽ നമ്മൾ പഞ്ചസാരയും വാനില എസൻസൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ, അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യം 1-ലിട്ടിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. പിന്നെ പതുക്കെ 2-3 അങ്ങനെ സ്പീഡ് കൂട്ടിക്കൊണ്ടിരിക്കും. ബീറ്ററിൽ ഇങ്ങനെ ഒലിച്ച് വീഴാത്ത ഇതാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ളൊരു കൺസിസ്റ്റൻസി. ഇനി അരിച്ച് വെച്ച പൊടികളൊക്കെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, എഗ്ഗിൻ്റെ യെല്ലോ ഓയിലൊക്കെ മിക്സ് ആക്കിയിട്ടുള്ളത്, അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. കട്ടില്ലാതെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ വൈറ്റ് ബീറ്റ് ചെയ്തില്ലേ, അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്ത് വെച്ച വൈറ്റ് മുഴുവനായിട്ടിട്ട് നമ്മൾ മിക്സ് ആക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ കുത്തി ഇളക്കുന്ന ടൈമിൽ ഇതിൻ്റെ ബബിൾസൊക്കെ പോയി നമ്മളെ കേക്കിൻ്റെ ആ സോഫ്റ്റ്നെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ കുറച്ച് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ ബാക്കി കൂടെ നമുക്ക് ആ വൈറ്റിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ പതുക്കെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റ് സ്പഞ്ചായി കിട്ടും. ഇത് കുറച്ച് മുമ്പ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മളൊരു ഷോർട്ടായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ റെസിപ്പി വേണമെന്ന് ചിലരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വീഡിയോ കാണിക്കുകയും ചെയ്യാം, നമുക്ക് കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് വെച്ചിട്ട്. അങ്ങനെ ഈ ബാറ്റർ നമ്മൾ ബട്ടർ പേപ്പർ വെച്ച ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഒരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ടാണ് നമ്മൾ സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് തന്നെ ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 20-25 മിനിറ്റ് നമുക്കിത് ബേക്കായി കിട്ടും. നല്ല സോഫ്റ്റ് സ്പഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്കൊരു മിൽക്ക് സിറപ്പ് വേണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഈ പാല് തിളപ്പിച്ച് നമുക്ക് പകുതി ആവുന്ന വരെ വറ്റിച്ചെടുക്കാം. പാലൊന്ന് തിളച്ചാൽ നമുക്ക് ഫ്ലെയിം സിമ്മിലിട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ അവിടെ കിടന്നിട്ട് അതിങ്ങനെ തിളച്ച് വറ്റിക്കോളും. പതഞ്ഞ് പൊങ്ങി പോവാതെ തിളച്ച് വറ്റിക്കോളും. ഇപ്പോൾ ഇതാ കണ്ട നമ്മൾ ആ പാൽ എത്രയും പകുതി ആക്കിയിട്ടുണ്ട് നമ്മൾ വറ്റി. ഇനി നമുക്ക് സിറപ്പ് റെഡിയാക്കാം. അപ്പോൾ ഒരു കപ്പിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് 125 ml കപ്പിലാണ് ഇപ്പോൾ 1 കപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ തിളപ്പിച്ച പാല് ഇതുപോലെ 1 കപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1/2 കപ്പിൽ നമ്മൾ മെഷർ ചെയ്യുന്ന കാരണം 2 പ്രാവശ്യമായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. 2.5 ടീസ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മളെ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളെ കേക്കിൽ ചേർക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണിത്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് ചേർത്തുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പാല് പിരിപ്പിച്ചെടുത്തിട്ടുള്ള ചീസ് ഉണ്ടല്ലോ, അത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെന്നതാണ്. അതുപോലെ നമ്മൾ പാല് തിളപ്പിക്കുമ്പോഴൊക്കെ മേലെ ഇങ്ങനെ നീങ്ങി വരുന്ന പാടുണ്ടല്ലോ, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മളിതുപോലെ ഫ്രീസറിൽ വെക്കും. കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആവശ്യം വരുമ്പോൾ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട്. പിന്നെ അതിലേക്ക് 2 ടീസ്പൂൺ മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള മിക്സ് ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റാണ് ഈ ക്രീം കഴിക്കാൻ തന്നെ. നമ്മുടെ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോഫ്റ്റ് സ്പഞ്ച് ഇതുപോലെ നമ്മളൊരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ടുള്ള സിറപ്പിൽ നിന്ന് പകുതി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പകുതി സിറപ്പ് ഇതിൻ്റെ മുകളിൽ കൂടെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കേക്ക് നന്നായിട്ട് ഇങ്ങനെ സോക്കായിരിക്കണം അത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒഴിച്ചെടുത്ത് സിറപ്പൊക്കെ വറ്റി സ്പഞ്ച് നല്ല ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തിക്കായിട്ട് തന്നെ ക്രീമാക്കി കൊടുക്കാം. പിന്നെ ഇതിന് ഓവർ ഡെക്കറേഷൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇനി കേക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോഴാണ് നല്ല ടേസ്റ്റ്. കാരണം നമ്മൾ ഈ ഒഴിച്ച സിറപ്പും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊരു തണുപ്പൊക്കെ വേണം. അപ്പോൾ ഒരു 1/2 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. ഇപ്പോൾ നമ്മളൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ ആണല്ലോ സ്ട്രോബെറി. ഡെക്കറേഷന് വേണ്ടിയാണെങ്കിലും ഇത് കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഇതുപോലെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ വീട്ടിലെ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് വലിയ പീസ് ഓരോരുത്തർക്കും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ 6 പീസാണ് ആക്കിയിട്ടുള്ളത്. ഇതുപോലെ സ്ട്രോബെറിയും പിന്നെ ബ്ലാക്ക് ഗ്രേപ്സാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു പകുതി സിറപ്പ്, അതിൽ കുറച്ച് സിറപ്പ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ എടുത്ത് കഴിക്കുക.
അപ്പോൾ ഇത് നമ്മളൊരു സ്പൂൺ ഇങ്ങോട്ട് എടുത്ത് കഴിച്ചാൽ പിന്നെ നമ്മളിതിങ്ങനെ കോരിക്കൊണ്ടേ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു സ്പൂണ് കോരിയപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിൽക്കണവരൊക്കെ പറയണ്ടേ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് വായിൽ വെച്ച് കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണവരൊക്കെ പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ എല്ലാവരും എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റിയിട്ടൊക്കെ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.